ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് നല്ല ടേസ്റ്റിയായ ബിസ്ക്കറ്റ് തയ്യാറാക്കാം. അതിനായി ഈ കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനായി 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ റവയൊന്ന് ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കാം. ഒരു 10-15 ബദാമും 10-15 ക്യാഷ്യും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പയ്യെ പൊടിച്ചെടുക്കാം. റവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ക്യാഷ്യും ബദാമും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ക്യാഷ്യും ബദാമും ഒത്തിരി പൊടിഞ്ഞു പോവണ്ട, ഇതുപോലെ പൊടിച്ചെടുക്കണം. 1 സ്പൂൺ ഏലക്കാപ്പൊടി, ഒരു 1/4 കപ്പ് ഡ്രൈ കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഡ്രൈ കോക്കനട്ട് ഇല്ലെങ്കിലും പച്ചച്ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുത്താലും മതി. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനാവശ്യമായിട്ട് 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ആ കപ്പിന് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അത് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് ചെറുതായിട്ട് ചൂടാക്കി വെച്ചേക്കണതാണ്. ഇനി ഇളക്കി കൊടുക്കാം. നല്ല ഇതോടെ മാറ്റി വയ്ക്കാം. കൈ കൊണ്ട് നന്നായി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പാല് പഞ്ചസാര ഇട്ട് വെച്ചായിരുന്നത് കുറച്ച് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. അപ്പം ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം അതുകായി പോകരുത്. ഇതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് ഇത് ഓരോന്നായി കണ്ടിച്ചെടുക്കാം. ഓരോന്നായി കണ്ടിച്ചെടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. ഞാൻ മാവെല്ലാം ഇതുപോലെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. ഈ ഒരു പാൻ അടപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. ഒത്തിരി കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡിയായി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയായ ബിസ്ക്കറ്റാണ്.